ഇതൊക്കെ പോയിട്ട് അവിടെ തയ്ക്കാൻ കൊടുക്കുമ്പോഴത്തേക്ക് കഴിഞ്ഞ മാഡം മദറിനെ തച്ചത് അതൊക്കെ ഇട്ടോ ഞാൻ പറഞ്ഞില്ല ഇട്ടില്ല പുള്ളിക്കാരൊക്കെ ഇങ്ങനെ കുട്ടി വെക്കും മരിച്ച് 4ൻ്റെ അന്ന് അവൾ ആ തുണിയെ തിരിച്ചെടുത്തോണ്ട് പോയി. എൻ്റെ മോള് അവൾ തിരിച്ചെടുത്തോണ്ട് പോയി വിടാണ്. എനിക്ക് തന്ന തുണി മക്കളെ നീ എടുക്കല്ലേടാ, നീ തന്നതല്ലേ, നീ എടുക്കല്ലേ എന്ന് പറഞ്ഞു. എന്നിട്ട് അവൾ കേട്ടില്ല, അവൾ എടുത്തോണ്ട് പോയി. കണ്ടോ, തുണി കൊടുത്തു, സൽവാർ കൊടുത്തു, അമ്മയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ പൈസ സ്പെൻഡ് ചെയ്യാൻ വേണ്ടി യൂട്യൂബ് ചാനൽ തുടങ്ങി, എൻ്റെ പാരൻസിനെ നോക്കാമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ഡ്രസ്സൊക്കെ വാങ്ങിക്കൊടുത്തിട്ട് ആ ഡ്രസ്സിനെയൊക്കെ തന്നെ തിരിച്ച് വാങ്ങിക്കൊണ്ട് പോയ കരഞ്ഞ് പറയുന്ന സംഭവമാണ് ഇപ്പം നിങ്ങൾ കേട്ടത്. എൻ്റെ പാരൻസിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്തിരുന്ന എൻ്റെ സൈഡിൽ നിന്നുള്ള ഹെൽപ്പുകളെല്ലാം ഞങ്ങൾക്കൊരു അഡ്വർടൈസിങ് കമ്പനി ഉണ്ട്. ഈ ആസ് എ സൺ ഞാൻ എൻ്റെ പേരൻസിന് ചെയ്യുന്നത് ഹെൽപ്പാണോ കടമയാണോ? നിങ്ങളുടെ പാരൻസിന് വേണ്ടിയിട്ട് ചെയ്യുന്നത് ഹെൽപ്പാണോ നിങ്ങളുടെ കടമയാണോ? അവരെൻ്റെ അച്ഛനോട് അങ്ങനെ കാണിച്ചു, അവരെൻ്റെ അമ്മയോട് ഇങ്ങനെ കാണിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് പബ്ലിക്കിൻ്റെ മുമ്പിലേക്ക് ഇട്ടുകൊടുത്ത് അതിൽ നിന്നും മകളെ രക്ഷപ്പെടുത്താനുള്ള സംഭവം എല്ലാ വീട്ടിലും ഓരോ അമ്മ വേണമെന്നൊക്കെ പറയുന്ന കാര്യം. എല്ലാ വീട്ടിലേക്കും ഓരോ അമ്മ ആയിക്കോട്ടെ, ഇതുപോലത്തെ ഒരു അമ്മ ഒന്നും എൻ്റെ ഒന്നും പരിസരത്തൂടെ പോലും ഉണ്ടാവാതിരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു കേട്ടോ. ഇതെൻ്റെ കാര്യമാണ്. നിങ്ങളുടെ അഭിപ്രായം, നിങ്ങളുടെ വീട്ടിൽ ഓരോ അമ്മ ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യൂ. വെൽക്കം, വണക്കം. സിന്ധു കൃഷ്ണയുടെ വിശദീകരണം വന്നതിന് ശേഷം എൻ്റെ ഒപ്പീനിയൻ ചോദിച്ചിട്ട് കുറച്ച് സുഹൃത്തുക്കളൊക്കെ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അകലെ കാണുമ്പോൾ സുന്ദരമാം മന്ദിരം, അകപ്പെട്ട ഹൃദയങ്ങൾക്കതു താൻ കാരാഗൃഹം. അതിനുശേഷം ബന്ധുവാര് ശത്രുവാര് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ മലയാള സിനിമയിൽ ഒരു പ്രശസ്തമായ പാട്ടല്ലേ, ബന്ധുക്കൾ ശത്രുക്കൾ എന്നുള്ള സിനിമയിലെ. അതിനെക്കുറിച്ച് ബന്ധുക്കൾ ശത്രുക്കൾ എന്നൊരു മൂവി പണ്ടിറങ്ങി എന്ന് ചിന്തിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു പാട്ട് ജസ്റ്റ് നിങ്ങളുടെ മുമ്പിലേക്ക് പാടിയത്. ഇനി നമുക്ക് വരാം. ഹോം വ്ലോഗ് ആഫ്റ്റർ എ ലോങ് ടൈം എന്ന് പറഞ്ഞിട്ട് സിന്ധു കൃഷ്ണൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പം നിലവിൽ നടക്കുന്ന കോൺട്രവേഴ്സി, ആ കോൺട്രവേഴ്സിയുടെ കുറച്ച് കാര്യങ്ങൾ അവർ പറയുന്നു, ബട്ട് അവിടെ വീണ്ടും പാളുന്നു. ഇതിനകത്ത് ഞാൻ സത്യസന്ധമായിട്ട് പറയട്ടെ, ഈ നമ്മുടെ സൈഡാണ് ശരി, അപ്പുറത്തെ സൈഡ് തെറ്റ് എന്ന് നമ്മൾ പറയാൻ ശ്രമിച്ച് നമ്മൾ പല കാര്യങ്ങൾ ചെയ്യുന്നിടത്തോളം സത്യം പറഞ്ഞാൽ നമ്മൾ വീണ്ടും നാറും എന്നുള്ളതാണ്. ഈ ഒരു വീഡിയോ കൊണ്ട് എന്താണ് ഉദ്ദേശിച്ചത്, അത് വീണ്ടും ഗുണമായോ ദോഷമായോ എന്നുള്ളത് എനിക്കറിയില്ല. പിന്നെ ഒരു കാര്യം, ഇവരെ ഞാൻ അന്ധമായിട്ട് കുറ്റപ്പെടുത്താനോ അകാരണമായിട്ട് തള്ളിപ്പറയാനൊന്നും ഞാൻ നിൽക്കുന്നില്ല. കാരണം അവരുടെ കുടുംബത്തിൻ്റെ അകത്ത് നടന്നിട്ടുള്ള അങ്ങേയറ്റം വൾനറബിളായിട്ടുള്ള വളരെ വലിയ ഇഷ്യൂസിനെ നമ്മൾ ഒരു ഭയങ്കരമായിട്ട് എടുത്ത് പറയുന്നില്ല. എങ്കിലും പറയാതിരിക്കാൻ പാടില്ലാത്ത കുറച്ച് കാര്യം. ഇത് ഇപ്പോൾ റീസെൻ്റായിട്ട് അവരുടെ അച്ഛനും അമ്മയുമായിട്ടുള്ള പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞ രീതിയിൽ കുറേ സ്ക്രീൻഷോട്ടുകൾ അഥവാ പുറത്തു വന്നു. ഇവർ തന്നെ അയച്ചു കൊടുത്തു എന്ന് പറയപ്പെടുന്ന കാര്യങ്ങൾ, CCTV ഫുട്ടേജുകൾ, അദ്ദേഹത്തിനെ ഈ അമ്മ ഉപദ്രവിക്കുന്നുള്ള കാര്യങ്ങൾ, ഇതേ ഇവരുടെ തന്നെ ചാനലിൽ ഈ അമ്മയുമായിട്ടൊക്കെ ചേർന്നുകൊണ്ടുള്ള കുറേയധികം നല്ല മൊമെൻറ്റുകളുള്ള വീഡിയോസൊക്കെ ഉണ്ട്. അദ്ദേഹം ഇപ്പോൾ ജീവനോടെ ഇല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്, ഇവരുടെ അച്ഛൻ. അപ്പോൾ അതിനുശേഷം ഇന്ന് അമ്മ ആരോപിക്കുന്ന ആരോപണങ്ങളെന്ന് വരുന്നത് മകളുടെ, അത് ഞാൻ വഴിയെ കാണിക്കാം. ഇങ്ങനെ കുറേയധികം കാര്യങ്ങൾ. എന്നിട്ട് ഡ്രസ്സ് എടുത്ത് കൊടുത്തതിനെക്കുറിച്ചും മറ്റുള്ള പല കാര്യങ്ങളെക്കുറിച്ചും ഇവിടെ അതാ പറഞ്ഞേ, ഇതൊക്കെ നാട്ടിൻപുറത്ത് നമ്മളെപ്പോഴും പറയും, നാട്ടിൻപുറത്തുള്ള ചില ചില ആൾക്കാരെ കുറിച്ചെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെപ്പോഴും പറയും നാട്ടിൻപുറത്തുള്ള പരദൂഷണം, അല്ല നാട്ടിൻപുറത്തുള്ള ഈ അതിർത്തി തർക്കം, വേലിത്തർക്കം എന്നൊക്കെ പറയുന്നത് പോലത്തെ മറ്റൊരു സംഭവം. ഇതെല്ലാം ഇവരുടെ കുടുംബത്തിൻ്റെ അകത്ത് തന്നെയാണ് ഉള്ളത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ എന്താണ് സംഭവം എന്നുള്ള കാര്യം പുള്ളിക്കാരത്തി പറയുന്നതും അതിൽ നിന്നും പുള്ളിയുടെ കയ്യിൽ നിന്ന് പോകുന്നതൊക്കെ നോക്കാം എന്താണെന്ന് നോക്കാം. നിൽക്കുമ്പോൾ പതുക്കെ സംഭവിച്ചതാണ്. അപ്പോൾ അമ്മു ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നു, അപ്പോൾ അതിൽ ഓക്കെ ആവുന്ന കണ്ടിട്ട് എന്നിട്ട് ഓസി സ്റ്റാർട്ട് ചെയ്യുന്നു, വിഷാനി സ്റ്റാർട്ട് ചെയ്യുന്നു, കിച്ചു സ്റ്റാർട്ട് ചെയ്യുന്നു, പിന്നെ ഹൻസു സ്റ്റാർട്ട് ചെയ്യുന്നു, ലാസ്റ്റാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. ഇവരുടെ ഓരോരുത്തരും ഓരോരോ ചാനലുകൾ. ആദ്യം ഹൻസിക സ്റ്റാർട്ട് ചെയ്യുന്നു, ഹൻസിക ആരോ അമ്മു മീൻസ് അഹാൻ, ഓക്കെ അങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് അവരെല്ലാം സ്റ്റാർട്ട് ചെയ്ത് ലാസ്റ്റാണ് പുള്ളിക്കാർ സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷേ ഈ യൂട്യൂബിൻ്റെ അകത്ത് മറ്റ് വീഡിയോസ് ചെയ്യുന്ന റിയാക്ഷൻ വീഡിയോസ് അടക്കം മറ്റുള്ള പല ആൾക്കാർക്കും ജോലിയും കൂലിയും ഇല്ലാത്തവരൊക്കെയാണ് കേട്ടോ. കാരണം അവർക്ക് വേറെ ഒരു പണിയില്ലാത്തതുകൊണ്ട് ഇവരുടെ കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ബട്ട് ഇവർക്ക് എല്ലാവർക്കും ജോലിയുണ്ട്, ഇവർക്ക് എല്ലാവർക്കും ഓരോ ചാനലുണ്ട്, അവരതിനകത്ത് ജോലി ചെയ്യുന്ന ആൾക്കാരാണ്. പക്ഷേ ബാക്കിയുള്ളവർക്ക് ജോലിയില്ല, വേറെ പ്രത്യേകിച്ച് തൊഴിലും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇവരുടെ കുടുംബത്തിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നു 365 ഡേയ്സ്, 365 ദിവസം. അതുകൊണ്ട് മനസ്സിലാക്കണം, ഈ റിയാക്ഷൻ ചാനൽസും മറ്റുള്ള പല ആൾക്കാർക്കും ജോലിയൊന്നുമില്ല, ഇവർക്ക് ജോലിയുണ്ട്. ഇവർക്കെല്ലാവർക്കും ഓരോ ചാനലുണ്ട്, അവരതിൽ നിന്ന് വരുമാനം ജോലി യൂട്യൂബ് തന്നെ കൊടുക്കുന്നുണ്ട്. ഓക്കെ, പറയൂ. നമ്മൾ ഈ സിനിമയിലൊക്കെ കാണുന്ന പോലെ നോക്കിക്കൊണ്ട് നിന്നപ്പോഴാണ് നമുക്ക് ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ആവുന്നതും
സിൽവർ പ്ലേ ബട്ടണൊക്കെ എല്ലാവർക്കും അടുപ്പിച്ചൊക്കെയാണ് വന്നതും. ആൻഡ് നമ്മുടെ വീഡിയോസ് ഡൂയിങ് വെൽ ആൻഡ് വി സ്റ്റാർട്ടഡ് ഗെറ്റിംഗ് പേയ്മെന്റ്. അതൊക്കെ പെട്ടെന്നായിരുന്നു. അപ്പോൾ എനിക്ക് പേയ്മെന്റ് വന്ന് തുടങ്ങിയപ്പോൾ ഞാൻ എൻ്റെ ഏതോ പഴയ വീഡിയോസൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് പേയ്മെന്റ് വന്ന് തുടങ്ങിയപ്പോൾ ഞാൻ ആകെ ആലോചിച്ച് ഇത്രയേ ഉള്ളൂ. എനിക്ക് അങ്ങനെ ഒരുപാട് വലിയ എമൗണ്ട് കിട്ടണം എന്നൊന്നും എനിക്ക് തുടക്കത്തിൽ ഒരു ആഗ്രഹമൊന്നുമില്ല. ഞാൻ മനസ്സിലാലോചിച്ചിരുന്നു. അതല്ലെങ്കിൽ നല്ല മനസ്സുള്ളവരൊക്കെ അങ്ങനെയാണ്. കാരണം യൂട്യൂബിൻ്റെ അകത്ത് വീഡിയോ ചെയ്ത് വരുമാനം വന്ന് തുടങ്ങുന്ന സമയത്ത് അവർക്കൊരിക്കലും വലിയ വലിയ പേയ്മെൻറ്റുകൾ വരണമെന്ന് ആഗ്രഹവും ഇല്ല. ഒരുപാട് പേയ്മെൻറ്റ് ഉണ്ടാക്കിയിട്ട് അതിനെ ഒരിക്കലും സ്വന്തം അക്കൗണ്ട് സൂക്ഷിക്കണമെന്നും ഇല്ല. ചില ആൾക്കാരൊക്കെ ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ അഥവാ ഒരുപാട് ലക്ഷങ്ങൾ വരുന്ന ഇപ്പം നമ്മൾ ഈ അടുത്ത കാലത്ത് ഇൻസ്റ്റാഗ്രാമിനകത്ത് കണ്ടായിരുന്നു. ഏതൊരു കുട്ടി ഒരു ഇൻസ്റ്റാഗ്രാമിൻ്റെ അകത്തൊരു ഇത് തുടങ്ങിയായിരുന്നു, ഒരു സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയായിരുന്നു. ആ കുട്ടി സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയതിന് ശേഷം ഓൾമോസ്റ്റ് അതിന് എത്ര 4000 ഏതാണ്ട് ഒരു കണക്ക് കൂട്ടിക്കഴിഞ്ഞാൽ ഏതാണ്ട് ഒരു 16 ലക്ഷം രൂപയോളൊക്കെ വരുന്ന മന്ത്ലി റവന്യൂ ഈ സബ്സ്ക്രിപ്ഷനിലൂടെ കിട്ടുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. പക്ഷേ അത് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ആ കുട്ടി തന്നെ വന്ന് പബ്ലിക്കിൻ്റെ മുമ്പിലേക്ക് ഒരു പോസ്റ്റ് ഇട്ടു. എനിക്കറിയാതെ പറ്റിപ്പോയി, ഒരു നിമിഷത്തെ തെറ്റാണ്, പക്ഷേ ഈ കിട്ടുന്ന പൈസയൊന്നും ഞാൻ ഉപയോഗിക്കുന്നില്ല, അതെല്ലാം ചാരിറ്റിക്ക് വേണ്ടിയിട്ടാണ് കൊടുക്കുന്നത്. അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. ചില ആൾക്കാർക്ക് അങ്ങനെയുണ്ട്. ഈ കിട്ടുന്ന പൈസയെല്ലാം ഒരു സാമൂഹിക പ്രവർത്തനങ്ങൾക്കും സമൂഹത്തിന് വേണ്ടിയിട്ട് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് മാത്രം കൊടുക്കും. ഇവർ 5 പൈസ അതുകൊണ്ട് തൊടത്തില്ല. അങ്ങനെയുള്ള ആൾക്കാർ സമൂഹത്തിൽ മാതൃകയായിട്ട് നമുക്ക് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ അവർ പേയ്മെൻറ്റിന് വേണ്ടിയിട്ടൊന്നുമല്ല ചെയ്യുന്നത്. അതൊക്കെ ജസ്റ്റ് ഒരു സാമൂഹികമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ്. Get an amount which I will be able to spend for my parents. ഓക്കെ, അവരുടെ യൂട്യൂബിൻ്റെ റവന്യൂ അച്ഛനമ്മമാർക്കും വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ തീരുമാനിച്ചു എന്നുള്ളൊരു വലിയൊരു കാര്യം. സത്യം പറഞ്ഞാൽ നല്ലൊരു കയ്യടി കൊടുക്കണം. കാരണം ഈ കാലഘട്ടത്തിൽ അച്ഛനമ്മമാരെ നോക്കുന്ന മക്കളൊക്കെ ഉണ്ടാവുക എന്നുള്ള കാര്യം അപൂർവമാണ്. നമ്മൾ ചില സ്ഥലങ്ങളിൽ ചില വാർത്തകൾ കേൾക്കാറുണ്ട്. അതായത് ഈ അച്ഛനും അമ്മയും ഒക്കെ ഉണ്ട്, അവർ നന്നായിട്ട് ജീവിച്ചിരിക്കുന്ന സമയത്ത് അവരെ കൊണ്ട് യൂട്യൂബിലും മറ്റുള്ള പല സ്ഥലങ്ങളിലും കൊണ്ട് നിർത്തി നന്നായിട്ടൊക്കെ വീഡിയോസൊക്കെ എടുത്ത് ചിരിച്ച് കളിച്ച് സന്തോഷിച്ച് ഒക്കെ നിൽക്കും. എന്നാൽ പുറകിൽ കൂടി പല പ്രശ്നങ്ങളും നടക്കും. ചിലപ്പോൾ എടി എന്ന് വിളിക്കും, എടി പോടി എന്ന് വിളിക്കും, അമ്മുമ്മയൊക്കെ വിളിക്കും. അതിനുശേഷം അനാവശ്യമായിട്ട് ഈ കുടുംബത്തിൻ്റെ അകത്തുള്ള എല്ലാ പ്രശ്നങ്ങളുടെ അകത്തും എല്ലാം ഒളിപ്പിച്ച് വെച്ചുകൊണ്ട് പുറത്ത് വളരെ നന്മമരം കളിക്കുകയും അതോടൊപ്പം തന്നെ ഈ സമൂഹത്തിനകത്ത് ക്യാൻസർ പോലെ മാരക രോഗങ്ങളൊക്കെ പിടിപെടാൻ സാധ്യതയുള്ള എല്ലാത്തരം പ്രോഡക്റ്റുകളും മറ്റുള്ള കാര്യങ്ങളൊക്കെ ആഴ്ചയ്ക്ക് 100 വട്ടം പ്രോഡക്റ്റ് പ്രൊമോട്ട് ചെയ്തുകൊണ്ട് ചിലപ്പോൾ ഗ്ലൂട്ടാത്തയണൊക്കെ ആയിരിക്കും. ഗ്ലൂട്ടാത്തയൺ എന്നൊക്കെ പറഞ്ഞാൽ ഈ വെളുക്കാൻ എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെയാണ് പ്രൊമോട്ട് ചെയ്യുന്നത്. എന്നാൽ ഇതിൻ്റെ അകത്ത് ഞാൻ മുമ്പെങ്ങോ കണ്ടിട്ടുള്ളത്, എനിക്ക് തോന്നുന്നു ആഫ്രിക്കയിലാണോ അമേരിക്കയിലാണോ ഇന്തോനേഷ്യയിലാണോ ഡെറാഡൂണിലാണോ എവിടെയാണ് ആ സ്ഥലത്തുള്ള ഒരു പുള്ളിക്കാരത്തിയുടെ ഒരു ഇൻ്റർവ്യൂവിലോ എന്തോ പറഞ്ഞ് ഞങ്ങൾക്ക് ഈ വെളുക്കാൻ വേണ്ടിയിട്ട് മറ്റൊന്നും ഉപയോഗിക്കേണ്ട കാര്യമൊന്നുമില്ല, ഫാമിലി ആയിട്ട് തന്നെ ഞങ്ങൾ ഓൾറെഡി ഫെയർ ആണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഈ വേറൊരു അതിനകത്തുള്ളൊരു പുള്ളിക്കാരത്തിയാണെങ്കിൽ വന്നിട്ട് ഈ ഗ്ലൂട്ടാത്താണെങ്കിൽ കുടിച്ചിട്ട് അത് ഇൻടേക്ക് ചെയ്തിട്ട് ആ സംഭവത്തിലൂടെ റിസൾട്ട് ഉണ്ടായിട്ടൊക്കെ വെളുത്തു എന്നുള്ള തോന്നിപ്പിച്ച് ആൾക്കാരെ തെറ്റിദ്ധരിപ്പിച്ച് അതിൽ നിന്ന് ലക്ഷങ്ങൾ വാങ്ങി സമ്പാദിച്ചിട്ട് ആൾക്കാരെയൊക്കെ പറ്റിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഈ ആൾക്കാരെയൊക്കെ നല്ല രീതിയിൽ ക്യാൻസറിനും അല്ലെങ്കിൽ മാരക രോഗങ്ങൾക്കും വിട്ടുകൊടുത്ത് വിത്തൗട്ട് എനി സയൻറ്റിഫിക് നോളജ് കേട്ടോ അങ്ങനെയൊക്കെയുള്ള ആൾക്കാരൊക്കെ സമൂഹത്തിലുണ്ട്. ബട്ട് ഇവിടെ നോക്കൂ, ഇവിടെ യൂട്യൂബ് റവന്യൂ എന്നൊക്കെ പറഞ്ഞാൽ അച്ഛനും അമ്മയ്ക്കും വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും തീരുമാനം എടുക്കാം, നമ്മുടെ അച്ഛനെ അമ്മയെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നാളെ മുതൽ യൂട്യൂബ് ചാനൽ തുടങ്ങണം. യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ആ പൈസ നമുക്ക് അച്ഛനമ്മമാരെ നോക്കണം. എന്തുണ്ട് നല്ലൊരു ഐഡിയ ആണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഹാറ്റ്സ് ഓഫ്, എനിക്കിത് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. കാരണം അച്ഛനമ്മമാരെ നോക്കാൻ വേണ്ടിയിട്ട് ഒരു വഴി എങ്ങനെയാണ്, ഞാൻ വിചാരിച്ചു ഈ ജോലിയൊക്കെ ചെയ്തിട്ട് കിട്ടുന്ന പൈസ അച്ഛനമ്മമാരെ നോക്കാം, അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന എന്ത് പൈസ എന്ന് നമ്മൾ അതിൽ നിന്ന് അച്ഛനമ്മമാരെ നോക്കാം എന്നുള്ളതൊക്കെയാണ്. ബട്ട് ഇത് യൂട്യൂബിൽ നിന്ന് വരുമാനം ഉണ്ടാക്കിയിട്ട് അച്ഛനമ്മമാരെ നോക്കാം എന്നുള്ളൊരു ഐഡിയ എനിക്ക് ഇപ്പോഴാണ് കിട്ടിയത്. ഹാറ്റ്സ് ഓഫ്, താങ്ക്സ്, എനിക്കൊരു ഐഡിയ തന്നെ. പാരൻസിന് വേണ്ടി എനിക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റണം. കാരണം അന്ന് വരെയും ഈ യൂട്യൂബ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്ന ആ കാലം വരെയും യൂട്യൂബിൽ എനിക്ക് തോന്നുന്നു എനിക്ക് പേയ്മെന്റ് ഒക്കെ കിട്ടി തുടങ്ങിയത് ഒരു 2021 ഒക്കെ ആയിട്ടായിരിക്കും നാച്ചുറലി. കാരണം ഞാൻ 2020 എൻഡിലൊക്കെയാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ എനിക്കൊരു ആദ്യമായിട്ട് എൻ്റെ ഒരു ചെറിയൊരു പേയ്മെന്റ് ഒക്കെ എനിക്ക് ആദ്യം കിട്ടി തുടങ്ങിയത് 2021 അത് പിന്നെയാണ് ഇറ്റ് സ്റ്റാർട്ടഡ് ഗോയിങ് അപ്പ്. അപ്പോൾ ആ ഒരു കാലഘട്ടം വരെയും എൻ്റെ പാരൻസിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്തിരുന്ന എൻ്റെ സൈഡിൽ നിന്നുള്ള ഹെൽപ്പുകളെല്ലാം ഞങ്ങൾക്കൊരു അഡ്വർടൈസിങ് കമ്പനി ഉണ്ട്. ഈ ആസ് എ സൺ ഞാൻ എൻ്റെ പേരൻസിന് ചെയ്യുന്നത് ഹെൽപ്പാണോ കടമയാണോ? നിങ്ങളുടെ പാരൻസിന് വേണ്ടിയിട്ട് ചെയ്യുന്നത് ഹെൽപ്പാണോ നിങ്ങളുടെ കടമയാണോ? ജന്മം തന്നു, പാലൂട്ടി വളർത്തി, മാമൂട്ടി, എല്ലാ കാര്യങ്ങളും നോക്കി, ഇങ്ങോട്ട് വിളിച്ച് അങ്ങോട്ട് പോകുന്ന സ്വഭാവമുള്ളവരെ വളർത്തി വലുതാക്കി, എന്നിട്ട് നല്ല വിദ്യാഭ്യാസം തന്നു ഒക്കെ ചെയ്തു. ഓക്കെ, അതെല്ലാം ചെയ്തതിന് ശേഷം ഒരു സുപ്രഭാതത്തിൽ നമ്മൾ നല്ല നിലയിലേക്കൊക്കെ എത്തുന്നുവെങ്കിൽ, നല്ല നിലയോ മോശം നില എന്ത് നിലയായിക്കോട്ടെ, നമുക്ക് കിട്ടുന്നതിൽ നിന്നൊരു പങ്ക് നമ്മളെ വീട്ടുകാരെ കൊടുക്കുന്നതിന് പറയുന്ന പേര് ഹെൽപ്പെന്നാണോ കടമയെന്നാണോ? വളർത്തി വലുതാക്കിയവരോട് പുലർത്തേണ്ട ഒരു നീതിയാണോ, അതോ ഹെൽപ്പാണോ? സഹായം, അച്ഛനമ്മമാർക്ക് നൽകുന്ന സഹായം. ഞാൻ എൻ്റെ അമ്മയെ എല്ലാ മാസവും സഹായിക്കാറുണ്ട്. ബിക്കോസ് ഷീ നീഡ് ഹെൽപ്പ് ഫ്രം മീ. എൻ്റെ അമ്മയ്ക്ക് ഞാൻ ഹെൽപ്പ് ചെയ്യാറുണ്ട്. ബിക്കോസ് ഞാൻ അത്യാവശ്യം നന്നായിട്ട് ജീവിക്കുന്നു, അതുകൊണ്ട് ഞാൻ എൻ്റെ അമ്മ ഹെൽപ്പ് ചെയ്യാറുണ്ട്. അറ്റ് ദ സെയിം ടൈം മറ്റൊരു വശം, ഞാൻ എൻ്റെ അമ്മയെ എന്നാൽ കഴിയുന്ന രീതിയിൽ ഞാൻ എൻ്റെ
എൻ്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ദാറ്റ്സ് നോട്ട് ഹെൽപ്പ്. അവരെ ഹെൽപ്പൊന്നും ആഗ്രഹിക്കുന്നില്ല. ഒരച്ഛനമ്മമാർ മക്കളിൽ നിന്ന് ഹെൽപ്പ് ആവശ്യപ്പെടത്തില്ല, ആഗ്രഹിക്കത്തില്ല. ഹെൽപ്പ് എന്ന് പറയുന്നത് തന്നെ അവർക്ക് അതൊരു ഇൻസൾട്ടായിട്ട് വരാനാണ് സാധ്യത എനിക്ക് തോന്നുന്നു കേട്ടോ. മേ ബി നോട്ട് ബി. അതിൽ നിന്നുള്ളൊരു പേയ്മെന്റ് എടുത്തോ, എൻ്റെ കുട്ടികൾ തരുന്നതോ അല്ലെങ്കിൽ കിച്ചു തരുന്നതോ ഒക്കെ ആയിട്ടുള്ള പേയ്മെന്റ് എടുത്തായിരുന്നു ഞാൻ അവരെ ഹെൽപ്പ് ചെയ്തിരുന്നത്. അവരുടെ എന്തെങ്കിലും കാര്യങ്ങൾക്ക് ഹെൽപ്പ് ഞാൻ അങ്ങനെയാണ് അവരുടെ കാര്യങ്ങൾ നോക്കിയത്. അപ്പം പലപ്പോഴും എനിക്ക് തന്നെ ചില സമയത്ത് ഇപ്പോൾ അവർക്ക് എന്തെങ്കിലും കൂടുതൽ ഹെൽപ്പ് ചെയ്യേണ്ടി വരുന്ന മാസങ്ങളിലൊക്കെ എനിക്ക് തന്നെ ഒരു ഗിൽറ്റി ഫീലിംഗ് ആവും. നമ്മുടെ വീട്ടിൽ ഇത്രയും ചിലവുകൾ ഉള്ളപ്പോൾ ഐ എം ഡൂയിങ്. അപ്പം തന്നെ ഒരിക്കൽ പോലും കിച്ചു ആയാലും എൻ്റെ കുട്ടികളായാലും ഒരിക്കൽ പോലും എന്നോട് ചോദിച്ചിട്ടില്ല ലൈക്ക് വൈ ആർ യു സ്പെൻഡിങ് സോ മച്ച് ഫോർ ദം. ദറ്റ് നെവർ ആസ്ക്ഡ്. ഒരിക്കലും ചോദിച്ചിട്ടില്ല. ബിക്കോസ് അതങ്ങനെ ആയിരുന്നു. ബിക്കോസ് നാച്ചുറലി എന്നെ എന്താണ് മൈ ഫാദർ ഹാഡ് ഗിവൻ മീ എ വെരി വെരി കംഫർട്ടബിൾ ലൈഫ് ആൻഡ് ഓൾ ദാറ്റ്. സോ ഒരിക്കലും ആരും ചോദിച്ചിട്ടില്ല. അപ്പം എനിക്ക് എപ്പോഴും ഒരു ഗിൽറ്റ് കാണുമല്ലോ. നമുക്ക് ഇങ്ങനെ എടുത്തൊക്കെ അവർക്ക് വേണ്ടി ഒരു പരിധിക്കപ്പുറം ഞാൻ ചിലവാക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ എവിടെയെങ്കിലും ഒരു ഗിൽറ്റ് കാണും. പക്ഷെ ഞാൻ ഐ സ്റ്റാർട്ടഡ് ഏർണിംഗ് ഐ വാസ് തിങ്കിങ് അപ്പ എനിക്ക് നീ അവർക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യുമ്പോൾ എനിക്ക് അങ്ങനെ ഒരു ഗിൽറ്റ് തോന്നേണ്ട കാര്യമില്ലല്ലോ. ലൈക്ക് എനിക്ക് ആരോടും പറയണ്ടല്ലോ ഈ മാസം അവർക്ക് ഇത്രയാണ് ഞാൻ ചിലവാക്കിയത്. എനിക്ക് ആരോടും പറയണ്ട. ഐ ഡിഡ്ന്റ് ഹാവ് ടു ഇവിടെ നിങ്ങൾ കമൻറ്റ് ചെയ്യും anybody. So that was a freedom I really had from YouTube. യൂട്യൂബിൽ നിന്ന് ഞാൻ when I started earning എനിക്ക് ഒരുപാട് കൊളാബ്സ് വരുന്നുണ്ടായിരുന്നു. I was doing a lot of അതുപോലത്തെ ചെയ്യുന്നുണ്ടായിരുന്നു. യെസ്, കൊളാബ്സ് ചെയ്യണം, ഒരുപാട് ചെയ്യണം. കൊളാബ്സൊക്കെ ഒത്തിരി ചെയ്യണം. കാരണം നമുക്ക് സമൂഹത്തിൻ്റെ അകത്ത് ഒരു കൂട്ടം ആൾക്കാർ, താങ്കളെ പോലുള്ള നിങ്ങളെയൊക്കെ ആൾക്കാരെ ഫോളോ ചെയ്യുന്നവർ ഒരുപാട് പേരിങ്ങനെ നിൽക്കുമ്പോൾ അവർക്ക് വേണ്ടിയിട്ട് സാമൂഹിക പ്രതിബദ്ധതയെ മുൻനിർത്തി സമൂഹത്തിനെ മൊത്തത്തിൽ മുന്നോട്ട് നയിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ കൊളാബുകൾ ചെയ്യണം. തീർച്ചയായിട്ടും ചെയ്യണം. എന്തൊക്കെ ചെയ്യണം? ഗ്ലൂട്ടാത്തയണിൻ്റെ അതുപോലുള്ള ചെയ്യണം, സൺസ്ക്രീനിൻ്റെ നമ്മൾ ചെയ്യണം, മോയ്സ്ചറൈസർ ക്രീമിൻ്റെ നമ്മൾ ചെയ്യണം, അവിടെ ഇവിടെയുള്ള ക്ലിനിക്കുകളുടെ നമ്മളിത് ചെയ്യണം, മറ്റ് പല കാര്യങ്ങളും നമ്മൾ ചെയ്യണം. ഓക്കെ, ഡ്രസ് മെറ്റീരിയൽസും മറ്റുള്ള സംഭവങ്ങൾ പോലെ ഒന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒരു മനുഷ്യൻ്റെ ശരീരത്തിലേക്ക് അപ്ലൈ ചെയ്യുന്ന കെമിക്കലുകളെ കുറിച്ചാണ്. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, അതിനെക്കുറിച്ച് യാതൊരു നോളജും ഇല്ലാതെ കുറേ പൈസ കിട്ടുമെന്നുള്ള ഒറ്റ കാരണം കൊണ്ട് അതുപോലുള്ള കാര്യങ്ങൾ പബ്ലിക്കിൻ്റെ മുമ്പിലേക്ക് പ്രൊമോട്ട് ചെയ്ത് അതിലൂടെ സാമൂഹിക പരിവർത്തനങ്ങളും സാമൂഹിക പരിഷ്കരണങ്ങളും നിങ്ങളെപ്പോലുള്ള ആൾക്കാർ ഇനിയും നടത്തണം, നിർത്തരുതേ. കാരണം നമ്മുടെ ജനസംഖ്യ വളരെയധികം കൂടുതലാണ്. നിങ്ങളെപ്പോലുള്ള ആൾക്കാരൊക്കെ പരിശ്രമിച്ചാൽ മാത്രമേ അതിനകത്തൊരു കൺട്രോൾ നമുക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. ബിക്കോസ് എന്താണ്, വിത്തൗട്ട് എനി നോളജ് ഓഫ് സം കെമിക്കൽസ് അത് ഉപയോഗിക്കുന്ന ആൾക്കാർ നമുക്ക് തന്നെ അറിയാമല്ലോ. ഇപ്പം നിങ്ങൾ ഇപ്പോൾ സിന്ധു കൃഷ്ണ പറയുന്ന ഇത് ചില കൊളാബുകളൊക്കെ ചിലർ എല്ലാവരും പറയുന്നത് ചില സോ കോൾഡ് ഫേമസ് ആയിട്ടുള്ള സെലിബ്രിറ്റി ഈ വ്ളോഗേഴ്സൊക്കെ ഉണ്ട്. അവരൊക്കെ ഈ പറയുന്ന ഇന്ന് ഒരു ഗ്ലൂട്ടാത്തോൺ ടാബ്ലറ്റ് ആയിരിക്കും, അടുത്ത ദിവസം അവർ ചിലപ്പോൾ ഒരു മോയ്സ്ചറൈസിങ് ക്രീം ഒരെണ്ണമായിരിക്കും, അടുത്ത ആഴ്ച കഴിയുമ്പോഴേക്കും വേറൊരു മോയ്സ്ചറൈസിങ് ക്രീം, ഇനി അടുത്ത് വേറെ സൺസ്ക്രീൻ, അടുത്ത് വേറെ ക്രീമുകൾ, അടുത്ത് വേറെ സംഭവങ്ങൾ, പലതും ഇങ്ങനെ പലതും മാറി 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 കാണിച്ചു. ഓരോ സമയത്തും പറയുന്നത് എന്താ, ഈ സാധനം ഉപയോഗിച്ചാലാണ് എനിക്ക് ഈ റിസൾട്ട് ഉണ്ടായത്, ഈ സാധനം ഉപയോഗിച്ചാലാണ് എനിക്ക് ഈ റിസൾട്ട് ഉണ്ടായത്. ഓരോ ആഴ്ചയും മാറി മാറി വരുന്ന പുതിയ പുതിയ കെമിക്കൽ പ്രോഡക്റ്റുകൾ ഇങ്ങനെ പ്രൊമോട്ടൊക്കെ ചെയ്തുകൊണ്ടിരിക്കണം. സോ നല്ലതാണ്, അത് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ അതിൽ നിന്നൊക്കെ when I started earning എൻ്റെ മനസ്സിൽ ഏറ്റവും സന്തോഷമായിരുന്നു. ലൈക്ക് ഐ ക്യാൻ സ്പെൻഡ് ഫോർ മൈ പാരൻസ് ലൈക്ക് വിത്തൗട്ട് ഫീലിംഗ് ഗിൽറ്റി, യുനോ. അപ്പോൾ എനിക്ക് ആരോടും ചോദിക്കണ്ട. ഐ വോണ്ട് ടു ഡു whatever I want to do for them, I could just do. അവർക്ക് മാത്രമല്ല, I could do for a lot of other people also. ലൈക്ക് നമ്മുടെ വീട്ടിനകത്ത് ആ ഒരു ഫണ്ട്, നമ്മുടെ ഒരു ബിസിനസ്സിൽ നമുക്ക് കിട്ടുന്ന ഫണ്ടിനൊക്കെ ഒരു കണക്കുണ്ടല്ലോ. അതിങ്ങനെ ചുമ്മാ അങ്ങനെ ഒത്തിരിയും വരത്തില്ല, ഒരു കണക്കുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് ഓൾറെഡി മീനിങ് ആ തിങ്സ്, ആ ലോൺസ് ആൻഡ് കാര്യങ്ങളും. അപ്പം ദിസ് ഐ വാസ് ലൈക്ക് എക്സ്ട്രീംലി ഹാപ്പി. ഞാൻ എൻ്റെ യൂട്യൂബ് ഒക്കെ തുടങ്ങാൻ ഉണ്ടായ ഒരു മെയിൻ കാരണം തന്നെ, ഇഫ് ഐ ആം ഏബിൾ ടു മേക്ക് സം മണി, ഐ ഷുഡ് ബി ഏബിൾ ടു ഹാവ് ദ ഫ്രീഡം എൻ്റെ പാരൻസിന് വേണ്ടി സ്പെൻഡ് ചെയ്യാൻ. എനിക്കൊരു ഫിനാൻഷ്യൽ ഫ്രീഡം, അത് ഞാനതിനെ അക്സെപ്റ്റ് ചെയ്യുന്നു. നല്ല കാര്യം. ഓക്കെ, ഇത് ഇങ്ങനെ പോകും. നമുക്ക് ഒന്ന് രണ്ട് കമൻറ്റ് നോക്കിയിട്ട് മറ്റേ സംഭവത്തിലേക്ക് പോകാം. നിങ്ങൾ പറയും ഒന്നും പറയാൻ താല്പര്യം ഒന്നിനുമില്ല, എൻ്റെ കയ്യിൽ പ്രൂഫ് ഉണ്ട്, ബട്ട് അതിനൊന്നും താല്പര്യമില്ല എന്നൊക്കെ പബ്ലിക്കായിട്ട് പറയും. എന്നിട്ട് ആർക്കും അറിയാത്തവർക്ക് ഇതെല്ലാം കാണിച്ചു കൊടുക്കും. പിന്നെ നിങ്ങളുടെ വീട്ടിൽ അമ്മുവിനെ പോലെ ഒരാൾ വേണമായിരിക്കും, ബട്ട് ഞങ്ങൾക്ക് വേണ്ട, എല്ലാ വീട്ടിലെയും മക്കൾ ഇങ്ങനെ ആണ് പാരൻസിനെ എന്ന് പറഞ്ഞാൽ ഇഷ്ടമാകില്ല, അവർ ഇവിടെ പ്രതികരിക്കും. ഇനി ഞാൻ ഇവിടെ ആഫ്റ്റർ ഓൾ അത് നിങ്ങളുടെ സ്വന്തം അമ്മയായിരുന്നു. ദാറ്റ്സ് ബിഗ് റൈറ്റ്, സത്യം. ജസ്റ്റിഫൈയിങ് ആൻഡ് ഫൈറ്റിംഗ് ഫോർ ഹർ ഡോട്ടേഴ്സ് ഇമേജ്, അബണ്ടനിങ് ഹർ മോം, വാട്ട് എ ഫാമിലി, ഫ്യൂ എന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാർ കമൻറ്റ്. ദ ലാസ്റ്റ് സെൻറ്റൻസ് ഇൻ യുവർ വീഡിയോ അൺമാസ്ക്ഡ് യു സിന്ധു, നോ കമൻറ്റ്സ്. എന്തോ ലാസ്റ്റ് സെൻറ്റൻസ് ഇൻ യുവർ വീഡിയോ, അതെന്തോ സംഭവം? അൺമാസ്കിങ്
ആ സീസണിൽ വരുന്ന ബർത്ത്ഡേ ഇത് അങ്ങനെ ഇങ്ങനെ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കൊളാബറേഷൻ്റെ ഷൂട്ട്, അല്ലെങ്കിൽ നമുക്ക് വല്ലൊരു കുഞ്ഞ് ഇനോഗ്രേഷനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മുടെ അതിൽ വരുമ്പോൾ പിള്ളേരുടെയൊക്കെ എന്തെങ്കിലും ഒരു പരിപാടി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഞാനിങ്ങനെ ഞാൻ ഇടയ്ക്ക് ലാസ്റ്റ് ടൈം സ്റ്റിച്ച് ചെയ്ത് വെച്ചിരുന്ന ഒരു പുതിയ ഒരെണ്ണമാണ് ഹൻസുവിൻ്റെ ഗ്രാജുവേഷൻ തന്നിട്ട്. അപ്പം ഞാൻ കുറച്ചിങ്ങനെ മാറ്റി. ഞാൻ പണ്ടൊന്നും ഇത്രയും ക്ലാസ് ഒരുമിച്ച് സ്റ്റിച്ച് ചെയ്തില്ല. ഞാൻ ഈ വീഡിയോസ് ഒക്കെ തുടങ്ങിയ ശേഷമാണ് ഐ സ്റ്റാർട്ടഡ് ഡൂയിങ് ഗെറ്റിംഗ് മോർ സ്റ്റിച്ചിങ്. എന്താണോ തുനി അത് നോക്കി കുറേ സമയം എടുക്കും. എനിവേ, ഞാൻ ഇതിനകത്ത് എല്ലാവരോടും പറയാനുള്ള എടുത്തുള്ള കാര്യം, ഈ അടുത്ത കാലത്ത് ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന ഒരു വിഷയമാണ് ഇത്. നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്നെങ്കിലും എഗ്രി ചെയ്യുന്നെങ്കിലും ഡിസഗ്രിമെൻ്റ് ആണെങ്കിലും എന്താണെങ്കിലും നിങ്ങൾ കമൻറ്റ് ചെയ്യണം. ബിക്കോസ് ഇതെല്ലാവരും അറിയട്ടെ. അതായത് നമ്മൾ പെരിമെനിപ്പോസിസിനെ കുറിച്ച് നമ്മൾ വളരെയധികം വാചാലരായിട്ട് പറയുന്നു. നമ്മളെ പല കാലഘട്ടത്തിൽ മീൻസ് നമ്മൾ ഈ അടുത്ത കാലം വരെയും നമ്മളെല്ലാവരും ഇഗ്നോർ ചെയ്തിരുന്നൊരു കാര്യമാണ് വീട്ടിലെ അമ്മമാർ. വീട്ടിലെ അമ്മമാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മിഡിൽ ഏജ് കഴിഞ്ഞ് ഒരു 45-50 വയസ്സിനോടൊക്കെ അടുക്കുക, 40 കടന്ന് ഒരു 42-43 വയസ്സ് കഴിയുമ്പോഴേക്ക് ഈ അമ്മമാർക്ക് വീട്ടിൽ ദേഷ്യം തുടങ്ങും. പല ദേഷ്യങ്ങൾ കാണിക്കും, പല ഇറിറ്റേഷൻ കാണിക്കും. എന്ത് പറഞ്ഞാലും അമ്മ ദേഷ്യപ്പെടും. അമ്മ ഇങ്ങനെ കാണിക്കുന്നു, അങ്ങനെ കാണിക്കുന്നു. ആക്ച്വലി നമ്മൾ നോക്കുന്നത്, നമ്മുടെ ഈ സൈഡിൽ നോക്കുമ്പോൾ ടോക്സിക് മദർ, ഷീസ് ടോക്സിക്, ആബ്സല്യൂട്ട്ലി ടോക്സിക്. ഓക്കെ, ഇതൊക്കെയാണല്ലോ വലിയ വേർഡ്. നമ്മുടെ പുരോഗമനത്തിൻ്റെ ഏറ്റവും നല്ല വേർഡാണ് ടോക്സിക്. ഓക്കെ, എനിവേ, ടോക്സിക് ഇല്ലാതെ നമുക്കിതൊന്നും സംസാരിക്കേണ്ട. ഈ ടോക്സിക് മദേഴ്സിനെ കുറിച്ച് നമ്മൾ പറയും. ഈ 45-50 വയസ്സ് പ്രായം കഴിഞ്ഞ അമ്മമാരുടെ ടോക്സിസിറ്റിയെ കുറിച്ച് പറയുന്നത് പോലെ തന്നെ ഈ കുഞ്ഞുങ്ങളെ കൊല്ലുന്ന അമ്മമാരുണ്ട്. അഥവാ ജനിച്ച കുഞ്ഞിനെ കുറച്ച് ദിവസം കഴിഞ്ഞതിന് ശേഷം കൊല്ലുന്ന അമ്മമാർ, പലതരത്തിലുള്ള എങ്ങനെ കൊലപാതകം നടത്തുന്ന അമ്മ, അവരെ നമ്മൾ ക്രൂരമായി കൊല്ലണം, അവളെ കൊലവിളിക്കണം. ബട്ട് നമ്മൾ അതിനുശേഷമാണ് പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ എന്നുള്ള സ്റ്റേജിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുന്നത്. അത് കാരണം ഒരു പെൺകുട്ടി സ്വന്തം കുഞ്ഞിനെ കൊല ചെയ്തതിന് ശേഷം അവർ ഇൻ്റർവ്യൂവും കൊടുത്തു. അതിനുശേഷം അവരെ കൺട്രോളിലല്ലാത്ത അവരുടെ ഹോർമോണൽ ഇംബാലൻസും അവരുടെ ആഫ്റ്റർ ഡെലിവറിക്ക് ശേഷം ഉണ്ടാകുന്ന അവരുടെ ശരീരത്തിൻ്റെ മൊത്തത്തിലുള്ള ചേഞ്ച് അവസാനം അവരെ കൊണ്ട് അത് ചെയ്യിപ്പിക്കുന്നതാണ്. അവർക്ക് എല്ലാ ഇറിറ്റേഷനും അത് നമ്മൾ ചിന്തിക്കാൻ പറ്റാത്ത അവസാനം അവരുടെ ജീവൻ തന്നെ ഒടുക്കേണ്ട സാഹചര്യം വന്നു. നോക്കുക, പെരിമെനിപ്പോസിസ്, അതുപോലെ തന്നെ പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ, അതുപോലെ തന്നെ ഈ പെരിമെനിപ്പോസിസ് കഴിഞ്ഞിട്ടും ഈ സ്റ്റേജുകൾ പലതും ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെ വരുന്ന സ്ത്രീകളെ കുറിച്ച് നമ്മൾ ശരിക്കും ഇപ്പോൾ പഠിക്കുന്നു. നമ്മുടെ വീട്ടിൽ തന്നെ നമ്മൾ പറയുന്നു. ഞാൻ തന്നെ കുറേ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. നമ്മളെ ഒരു 40-45 വയസ്സ് കഴിഞ്ഞ അമ്മമാരുടെ അവർ മുതുകിൽ അവരുടെ ദേഹത്ത് മൊത്തം ചൂട്, അവർക്ക് വല്ലാത്തൊരവസ്ഥ, ഇറിറ്റേഷൻ, അവരെ നമ്മൾ കൂടെ ഇരിക്കുക, അവർ എന്തെങ്കിലും പറഞ്ഞാൽ നമ്മൾ ആശ്വസിപ്പിക്കുക, ഒരു ഡോക്ടറിൻ്റെ അടുത്ത് കൺസൾട്ട് ചെയ്തിട്ട് അവർക്ക് വേണ്ട ട്രീറ്റ്മെൻറ്റ് കൊടുത്ത് അവരുടെ കൂടെ നിൽക്കുക. അവരുടെ ദേഷ്യമൊന്നും അവർക്ക് മനഃപൂർവ്വം വെച്ച് നമ്മളോട് പെരുമാറുന്നതല്ല. അത് പ്രായത്തിൻ്റെതായിട്ടുള്ള കാരണങ്ങൾ കൊണ്ട്, ഹോർമോണൽ ഇംബാലൻസും മറ്റ് പല കാരണങ്ങളാലും വരുന്നതാണ്. അതിന് ഒരു വിദഗ്ധ ചികിത്സ കൊടുത്ത് നമ്മൾ അവരുടെ കൂടെ നിൽക്കുക, അല്ലാതെ അവരെ തള്ളിക്കളയരുത്. ഇതവിടെ നിൽക്കട്ടെ. ഇനി സിന്ധു കൃഷ്ണയുടെയും ഇവരുടെ ലൈഫിലേക്ക് വന്ന അമ്മ എന്ന് പറഞ്ഞാൽ ഈ അമ്മയെ ഇന്ന് ഏറ്റവും കൂടുതൽ എതിർക്കുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ഒരു വൃദ്ധയായ സ്ത്രീയെ ഏറ്റവും കൂടുതൽ എതിർക്കുന്ന ആൾക്കാരെല്ലാം പറയുന്നൊരു കാര്യം, ടോക്സിക് ആയിട്ടുള്ള അമ്മമാരെ ടോക്സിക് ആയിട്ട് തന്നെ കാണണം, അവരെ ടോക്സിക് ആയിട്ട് മാറ്റി നിർത്തുക. പലരുടെ ലൈഫിൽ, നിങ്ങളുടെ പല ആൾക്കാർക്ക് കാണുന്ന പല ആൾക്കാരുടെ ലൈഫിൻ്റെ അകത്ത് ചില അമ്മമാർ നിങ്ങളുടെ റിയാലിറ്റിയിൽ, അഥവാ നിങ്ങൾ ജനിച്ച കാലം മുതൽ നിങ്ങളോട് കാണിക്കുന്ന ക്രൂരതകൾ കാണിക്കുന്ന അമ്മമാർ, അഥവാ ജനിച്ച കാലം മുതൽ കാണിച്ചു, വളർന്നു വന്ന സാഹചര്യങ്ങളിൽ കാണിച്ചു, നിങ്ങൾ ഇത്തിരി മെച്യൂർ ആയതിനു ശേഷം കാണിച്ചു, നിങ്ങൾ വൈവാഹിക ജീവിതത്തിൽ കടന്നതിന് ശേഷം കാണിച്ചു, അങ്ങനെ പോകുന്നവർ അബ്സല്യൂട്ട്ലി ടോക്സിക് ആണെന്ന് പറയും. എന്നാൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെ അകത്ത് ഒരു ഭാഗം നല്ല രീതിയിൽ നിങ്ങളെ വളർത്തി വലുതാക്കി, നിങ്ങൾ നന്നായിട്ട് വിദ്യാഭ്യാസം തന്നു, കുറച്ച് കാലം കഴിഞ്ഞ് നമ്മൾ പറയുന്നില്ലേ ഈ പെരിമെനിപ്പോസൊക്കെ വരുന്ന പ്രായം മുതൽ അവർ അതിനുശേഷമാണ് ഇവർക്ക് ഈ മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാരണം ശരിക്കും അവരുടെ ഹോർമോണൽ ഇംബാലൻസും അവരുടെ ശാരീരിക ഘടന കൊണ്ടും മൊത്തത്തിൽ അവരുടെ മെഡിക്കൽ ഇഷ്യൂസ് ആണെങ്കിൽ നിങ്ങളത് മനസ്സിലാക്കാതെ നിങ്ങൾ അവരെ ട്രീറ്റ് ചെയ്യാതെയൊക്കെ പൊക്കഴിഞ്ഞാൽ ഈ ചിന്തിക്കുക, നാളെ നിങ്ങളും ഈ അമ്മയുടെ പ്രായത്തിലേക്ക് നിങ്ങളും എത്തില്ലേ? അന്ന് നിങ്ങളുടെ മക്കൾക്ക് ചിലപ്പോൾ തോന്നത്തില്ലേ ഈ അമ്മ ശരിക്കും പറഞ്ഞാൽ ഇവർ അങ്ങനെയുള്ള സ്ത്രീയായിരുന്നു, പണ്ട് ഞങ്ങളോട് ഇങ്ങനെ കാണിച്ചു അങ്ങനെ കാണിച്ചു എന്ന് ഇവർ അന്ന് പറയേണ്ട സാഹചര്യം വന്നാൽ ഇന്ന് ഈ സിന്ധു കൃഷ്ണയുടെ അമ്മയുടെ നേർക്ക് വിരലിച്ചുകൊണ്ടുമ്പോൾ അച്ഛനെന്ന് ജീവനോടെ ഇല്ല. ഈ പറയുന്ന പല അലിഗേഷനും വളരെ മോശമായിട്ടുള്ള അലിഗേഷനാണ്. അതിനകത്ത് തന്നെ പറയുന്നത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അങ്ങനെ പറയുന്നത് നാളെ സമയത്ത് ഈ മക്കളെല്ലാം കൂടെ പറയണമെന്നല്ല, മേ ബി നമുക്ക് ഒരു ഹൈപ്പോത്തറ്റിക്കൽ ആണെങ്കിലും പറയാം, നമ്മൾ ഇന്ന് സമൂഹത്തിൽ കാണും, നമ്മൾ മറ്റുള്ളവർ വിരൽ ചൂണ്ടുന്ന അതേ സ്ഥലത്ത് നിന്ന് അതേ പ്രായത്തിൽ നമ്മൾ എത്തി നിൽക്കുമ്പോൾ നമ്മുടെ മേൽ ഇങ്ങനെയൊക്കെയുള്ള ഗുരുതരമായിട്ടുള്ള ആരോപണം, നമ്മുടെ പ്രായാധിക്യത്താൽ നമ്മൾ സംസാരിച്ച് പോകുന്നതിനെ നമ്മുടെ മക്കൾ തന്നെ അതിനെ കുറ്റമായിട്ട് കണ്ട് നമ്മളെ മാറ്റി നിർത്തുന്ന ഒരു സാഹചര്യം വന്നാൽ എങ്ങനെയായിരിക്കും അതിനെ എടുക്കുക? കാരണം ഇവരുടെ തന്നെ വീഡിയോയിൽ കുറച്ച് കാലമല്ലാതെ ഒരു 2-3 വർഷത്തിന് മുമ്പ് പോലും വളരെയധികം സജീവമായിട്ട് വളരെ ഹാപ്പി ആയിട്ട് ഈ അമ്മ വന്ന് നിൽക്കുന്ന വീഡിയോസൊക്കെ ഉണ്ട്. അപ്പോൾ അവർ ടോക്സിക് ആയിരുന്നുവെങ്കിൽ ഇവർ ഉറപ്പായിട്ടും ഇവരുടെ ലൈഫിലേക്ക് പോലും അവർ അടുപ്പിക്കത്തില്ലല്ലോ. അങ്ങനെയുള്ള ഒരു അമ്മയല്ല എന്നുള്ള കാര്യം തെളിവാണ്. അതിനുശേഷം പ്രായാധിക്യത്തിലാണ് ഇവർ ഈ പറഞ്ഞ കാര്യം, സ്വന്തം അച്ഛനെ, അഥവാ ഇവരുടെ സ്വന്തം ഹസ്ബൻഡിനെ, ഇവരുടെ സ്വന്തം അച്ഛനെ, ഈ അമ്മുമ്മയുടെ അച്ഛനെ, ഭർത്താവിനെ, ഇനി തെറ്റിപ്പോകരുത്, സിന്ധു കൃഷ്ണയുടെ അച്ഛനെ സ്വന്തം അമ്മ തന്നെ അകാരണമായിട്ട് മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ അല്ലെങ്കിൽ മറ്റ് പല കാര്യങ്ങളും ഉണ്ട്, കയ്യിലുണ്ടെന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ ആരുടെ അടുത്ത് പറയാനും നിൽക്കുന്നില്ല, ഇതിനകത്ത് തെളിവുണ്ടെന്ന് പറയുന്ന സിന്ധു കൃഷ്ണ തന്നെ അവരുടെ സ്വന്തം ഹാൻഡിലൂടെ ഇത് പബ്ലിക്കിന്റെ മുമ്പിലേക്ക് പലർക്കും അയച്ചു കൊടുക്കുന്നു.
അയച്ചു കൊടുത്തിട്ട് ഇവിടെ വന്നിരുന്ന് പറയുന്നു ഞാൻ ആരോടും കാണിക്കാനില്ല, ഞങ്ങൾ ആരോടും പറയാനൊന്നുമില്ല, ഇതൊക്കെ ഇതിൻ്റെ തെളിവുകളൊക്കെ എൻ്റെ ഫോണിലുണ്ട്. എന്നാൽ അതർ സൈഡിലൂടെ ഇതെല്ലാം പുറത്ത് വിട്ടുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ ചിന്തിക്കുക, കുറച്ച് ഞാനിപ്പോഴും പറയുന്നു, ഒരു 10 വർഷത്തിന് മുമ്പ് അല്ലെങ്കിൽ 20 വർഷത്തിന് മുമ്പ് നിങ്ങളുടെ അമ്മ ഇതേ സ്വഭാവക്കാരിയായിരുന്നു? അതോ ഒരു 30 വർഷത്തിന് മുമ്പ് നിങ്ങളുടെ അമ്മ ഇതേ സ്വഭാവക്കാരിയായിരുന്നു? അത് നിങ്ങൾ ജനിച്ച കാലം മുതൽ നിങ്ങളുടെ അമ്മ ഇതേ സ്വഭാവക്കാരിയായിരുന്നു? അന്ന് മുതൽ നിങ്ങൾ ജനിച്ച് വളർന്ന കാലം മുതലേ നിങ്ങളുടെ അമ്മ ഇതേ തരത്തിലുള്ള സ്വഭാവക്കാരിയാണെങ്കിൽ അബ്സല്യൂട്ട്ലി ഷീസ് ടോക്സിക് എന്നൊക്കെ പറയാം. അതല്ല, നിങ്ങൾ നന്നായിട്ട് വളർത്തി വലുതാക്കി നിങ്ങളെ ഇതിന് ശേഷവും ഈ അടുത്ത കാലം വരെ നിങ്ങളോട് സഹകരിച്ചുകൊണ്ടിരുന്ന ആ സ്ത്രീ ഒരു സുപ്രഭാതത്തിൽ പൊടുന്നേരം നിങ്ങൾക്ക് വളരെ വലിയൊരു വിരോധിയാവുന്നത് തൻവി ഇട്ട വീഡിയോയ്ക്ക് ശേഷമാണെങ്കിൽ, ആ തൻവി ഇട്ട വീഡിയോയ്ക്ക് ശേഷം നിങ്ങൾ മറ്റുള്ള പല ആൾക്കാർക്കും ചോദിക്കുന്നതിന് പകരമായിട്ട് ഇൻബോക്സിൻ്റെ അകത്ത് നിങ്ങളുടെ എക്സ്പ്ലനേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളെ പ്രസവിച്ച നിങ്ങളുടെ അമ്മയെക്കുറിച്ച് തന്നെ ഇങ്ങനെ തെളിവുകളെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പുറത്തു വിടുമ്പോൾ മരണപ്പെട്ട അച്ഛൻ നിൽക്കുമ്പോൾ അമ്മയെ കുറ്റപ്പെടുത്തിക്കൊണ്ട് അമ്മയൊരു കുറ്റവാളിയായിട്ട് ചിത്രീകരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ഇത് എങ്ങനെയാണ് ഇതിനെയൊക്കെ ജസ്റ്റിഫൈ ചെയ്യുന്നത്? എന്ത് തരത്തിലാണ് ജസ്റ്റിഫൈ ചെയ്യുന്നത്? അതാണ് ഞാൻ പറഞ്ഞത്, പെരിമെനിപ്പോസിന് ശേഷവും ഒരു സ്ത്രീയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ, അവരുടെ ഉണ്ടാകുന്ന ഏകാന്തത, അവരെ തിരിഞ്ഞു നോക്കാതിരിക്കുന്ന ഒരു അവസ്ഥ, ആ മാനസികാവസ്ഥ കാരണം പല വീടുകളിലും അമ്മമാർ ഇതുപോലെ അല്ലെങ്കിൽ അച്ഛന്മാർ പല രീതിയിൽ പെരുമാറിയത് കൊണ്ടാവണമല്ലോ നടതള്ളലൊക്കെ കൊണ്ട് മറ്റു പല സ്ഥലങ്ങളിലും ഇന്നും വൃദ്ധരായിട്ടുള്ള ആൾക്കാർക്ക്, ഓർമ്മശക്തി നഷ്ടപ്പെട്ട ആൾക്കാർ, അവരുടെ റോഡിൽ തെരുവോരങ്ങളിൽ കലയുന്ന ചില അമ്പലങ്ങളുടെയൊക്കെ മുമ്പിൽ വന്നിരുന്നിട്ട് ഭിക്ഷ യാചിച്ചുകൊണ്ടിരിക്കുന്ന അവർക്കൊക്കെ വീടുണ്ടായിരുന്നു, കുടുംബമുണ്ടായിരുന്നു. ഇന്ന് ഈ ഒരു സാഹചര്യത്തിൽ വരുന്ന പല ആൾക്കാർക്ക് ഉണ്ടാകുന്ന മറ്റൊരു സ്ഥലമാണ് വൃദ്ധസദനങ്ങൾ. ഓക്കെ, അങ്ങനെ പല സ്ഥലങ്ങളിലേക്ക് കൊണ്ട് ഒഴിവാക്കി വിടുന്ന പൈസ കൊടുക്കും, നോക്കും, കാര്യത്തിൽ കണക്കാണ്. പക്ഷേ ഇവരുടെ സൈഡ് ഒരു മെഡിക്കലായിട്ട് ഒരു ഡോക്ടേഴ്സിന്റെ സഹായത്തോടുകൂടി ഇവർക്ക് എന്താണ് വേണ്ടത്, വൈദ്യസഹായം കൊടുത്തുകൊണ്ട് ഇവരെ നമ്മൾ കൂടെ ചേർത്ത് നിർത്താനുള്ള ആ ഒരു മെഡിക്കേഷനും മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് കൂടെ നിർത്താൻ വേണ്ടി ശ്രമിക്കണമോ? കൊച്ചുകാലം മുതലേ ടോക്സിക് ആയിട്ടുള്ള അമ്മമാരെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. ഈ അടുത്ത കാലം വരെ നമ്മൾ നോക്കിയിട്ട് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ നമ്മുടെ ശത്രുത വരുന്ന രീതിയിൽ അവർ പെരുമാറുന്നെങ്കിൽ അവരുടെ സ്വഭാവത്തിൽ, ക്യാരക്ടറിൽ വന്നിരിക്കുന്ന ബിഹേവിയറിലൊന്നും മാറ്റം അവർക്ക് ആന്തരികമായിട്ടുള്ള ശാരീരിക പ്രശ്നങ്ങൾ കൊണ്ടായിക്കൂടെ? അതിന് നമ്മൾ കണക്കിലെടുക്കണ്ടേ? അല്ലാതെ അമ്മ അച്ഛനോട് കാണിച്ചു, അച്ഛനും അമ്മയും സന്തോഷമായിട്ട് ജീവിച്ചിരുന്നില്ലെങ്കിൽ അച്ഛൻ എന്നെ അമ്മ ഡിവോഴ്സ് ചെയ്ത് കളഞ്ഞേനെ അല്ലേ? അപ്പോൾ അവർ ഒരുമിച്ച് ജീവിച്ചവരാണ്, അവർ ഒരുപാട് കാലം കൊണ്ട് ജീവിക്കുന്നവരുമാണ്. അതിൻ്റെ ഒരു ഘട്ടം എത്തിയ സമയത്ത് അച്ഛനോട് ഈ അമ്മ മോശമായി പെരുമാറിയിരിക്കാം, ആരുടെ ജസ്റ്റിഫൈ ചെയ്യുന്നില്ല, ഗ്ലോറിഫൈ ചെയ്യുന്നില്ല. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം, അവർ ഒരുമിച്ച് തന്നെയല്ലേ ജീവിച്ചു ഇത്രയും കാലം. അങ്ങനെ ആരെങ്കിലും ഇന്നത്തെ കാലത്ത് ജീവിക്കും ഒരുമിച്ച്? ഇല്ലല്ലോ. ഒരുപാട് വഴികളുണ്ട്, ഓപ്ഷനുണ്ട്. അങ്ങനെ ഒഴിവാക്കിയിട്ടില്ല ആ സ്ത്രീയെ. അതിനുശേഷം ആ സ്ത്രീ പെട്ടെന്നൊരു സുപ്രഭാതം നിങ്ങൾക്ക് എല്ലാവർക്കും ശത്രുവാകുമ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, നാളെ നിങ്ങളും ഇതേ പ്രായത്തിലേക്ക്, ഇതേ വാർദ്ധക്യത്തിലേക്ക് എത്തുമ്പോൾ നിങ്ങൾക്ക് പ്രായാധിക്യത്താൽ നിങ്ങൾ പല കാര്യങ്ങൾ കാണിക്കുന്നതിനെയും അവരെ ഇതുപോലെയൊക്കെ വീഡിയോസ് ഇടാനുള്ള സാഹചര്യം ഉണ്ടാവുകയും അതുപോലെ എങ്ങനെയൊക്കെയാണ് കാണിച്ചിരുന്നത്, അങ്ങനെ കാണിച്ചിരുന്നത്. ഇപ്പോൾ ഈ പറയുന്ന എനിക്ക് പോലും നേരെ ചൂണ്ടിയിട്ട് ഞാൻ എല്ലാ സ്ഥലങ്ങളിലും വളരെ പെർഫെക്റ്റ് ആയിട്ടാണ്, ആരുടെ വഴക്കൂടാത്ത, ദേഷ്യപ്പെടാത്ത ആളാണെന്ന് പറയാൻ വേണ്ടിയിട്ട് പറ്റുമോ? സ്വന്തം കുടുംബത്തിൻ്റെ അകത്ത്, ഏത് കുടുംബത്തിൻ്റെ അകത്താണ് അച്ഛനമ്മമാർ തമ്മിൽ പ്രശ്നം ഉണ്ടാവാത്ത വീടുകളുള്ളത് ഒന്ന് പറയാൻ പറ്റുമോ? 100% രാവിലെ എണീറ്റാൽ രാത്രി വരെ അച്ഛനും അമ്മയും തമ്മിൽ വളരെ ഹാപ്പിയാണെന്ന് പറയുന്നത് ഒരു വീട് കാണിച്ചു തരാൻ പറ്റുമോ? എൻ്റെ വീട്ടിൽ അങ്ങനെയൊന്നും ആയിരുന്നതേ ഇല്ല എന്ന് കരുതിയിട്ട് ഞങ്ങൾക്ക് ആർക്കും പരാതിയില്ല. ഞങ്ങളെല്ലാവരും ചുറ്റുപാട് നോക്കുമ്പോൾ അവിടെ ആ വീടുകളിലും അങ്ങനെയല്ല, അവർക്കാർക്കും പരാതിയില്ല. കുടുംബങ്ങളിനകത്ത് ഇതൊക്കെ സ്വാഭാവികമായിട്ട് നടക്കുന്ന കാര്യമാണ്. പക്ഷേ ഇവിടെ നോക്കുമ്പോഴേക്കും അച്ഛനോട് ഇങ്ങനെ പെരുമാറിയ മഹാ അപരാധിയായ സ്ത്രീ എന്ന് പറഞ്ഞ് ചൂണ്ടിക്കാണിക്കുന്ന നിങ്ങളുടെ സ്വന്തം അമ്മയാണ്. സോ അതിനെ നിങ്ങളതിനെ വെള്ളപൂശാൻ വേണ്ടിയിട്ട് ഒരുപാട് വഴികൾ സ്വീകരിക്കുന്നു, ഒത്തിരി വഴികൾ സ്വീകരിക്കുന്നു. പക്ഷേ ഇപ്പോഴും ഞാൻ പറയുന്നു, സ്റ്റിൽ ഷീസ് യുവർ മദർ. ഷീ വാസ് അല്ല, ഷീസ് അല്ലേ? നിങ്ങളോട് ജീവിക്കുന്നൊരമ്മയാണ് ഇപ്പോഴും. ഇതൊക്കെ ആരോട് പറയാനാണ്? ഇനി ഇവരെ മറ്റേ പുറത്ത് വന്നു എന്ന് പറയപ്പെടുന്ന ആ ഒരു ക്ലിപ്പിനകത്തുള്ള സിന്ധു കൃഷ്ണ അയച്ചേക്കുന്നത്, ഇറ്റ്സ് ഓൾ സോ ചീപ്പ്. മൈ മോം സേയിങ് മൈ ഫാദർ ഈസ് കമ്മിങ് ഹിയർ ടു സ്ലീപ്പ് വിത്ത് മീ ആൻഡ് മൈ ഡോട്ടർ. ഹൗ ക്യാൻ ഐ പുട്ട് ഇറ്റ് ഔട്ട്? ഇത് വേറൊരാളോട് തന്നെ പറയുന്നതാണ്. ഓക്കെ, അതായത് അച്ഛൻ ഈ വീട്ടിലേക്ക് വരുന്നത് ഡോട്ടർ മകളോടും എന്നോടൊപ്പവും കിടക്കാനെന്നൊക്കെ പറഞ്ഞ് വളരെ മോശമായ പദപ്രയോഗം പറഞ്ഞു എന്നാണ് പറയുന്നത്. ഓക്കെ, നമ്മുടെ കയ്യിൽ പ്രൂഫില്ല, ഇവർ പറയുന്നത് മാത്രമേ നമുക്കറിയുള്ളൂ. ഐ ഹാവ് വീഡിയോസ് ഓഫ് മൈ മോം ഹിറ്റിംഗ് മൈ ഫാദർ. അച്ഛനെ അടിക്കുന്ന അമ്മയുടെ വീഡിയോസ് ഉണ്ട്. ഹി വാസ് ഹരാസ്, ഐ സ്റ്റുഡ് അപ്പ് ഫോർ ഹിം. അദ്ദേഹത്തിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ നിന്നത്. ഹി വാസ് നോട്ട് അലൗഡ് ടു എൻ്റർ ദ ബെഡ്റൂംസ്. അദ്ദേഹത്തിന് ബെഡ്റൂമിലേക്ക് ഒരിക്കലും കയറാനുള്ള ഒരു സ്വാതന്ത്ര്യമില്ലായിരുന്നു, അലോ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഹി ഹാഡ് സ്ലീപ്പ് ഇൻ ദ ഹാൾ. അദ്ദേഹം ഹാളിലാണ് ഉറങ്ങിയിരുന്നത്. ആസ് ഷീ ഫ്ലൂഡ് ഹിം ഡയറക്ട്ലി ആഫ്റ്റർ ഹി ഫെൽ സിക്ക്. ഓക്കെ, മൈ ഡാഡ് ബീയിങ് ഹിറ്റ് ജസ്റ്റ് എ ഫ്യൂ വീക്സ് ബിഫോർ ഹി സർജറി. സർജറിക്ക് മുമ്പ് അദ്ദേഹം അടികൊണ്ടു. ദിസ് കണ്ടിന്യൂസ് ഓൾവേസ്. ഐ ഹാഡ് ടു ഫൈറ്റ് വിത്ത് മൈ മോം ഡെയിലി ടു പ്രൊട്ടക്ട് ഹിം. ഇത് ജൂലൈ 1 രാവിലെ അയച്ചേക്കുന്നതാണ്. ഇതിപ്പോൾ ഈ മാസം അയച്ചേക്കുന്നൊരു സംഭവമാണ്. അതായത് ഒന്നും പുറത്ത് വിട്ടിട്ടില്ല എന്ന് പറയുന്ന സിന്ധു കൃഷ്ണ തന്നെ പുറത്ത് വിട്ടിട്ടുള്ള സംഭവങ്ങളാണ് നമ്മളിപ്പോൾ ഇവിടെ കണ്ടത്. ഇത് ഇനി ഇവരുടെ തന്നെ ഒരു വീഡിയോക്കകത്തുള്ള ഒരു ഡബിൾ സ്റ്റാൻഡ്
വേറൊരു വീഡിയോയിൽ ഒരു ട്രോൾ വീഡിയോയ്ക്കകത്ത് അത് പൊളിക്കുന്നുണ്ട്. അതൊന്ന് ജസ്റ്റ് ഒന്ന് കാണാം. ഇതൊക്കെ പോയിട്ട് അവിടെ തയ്ക്കാൻ കൊടുക്കുമ്പോഴത്തേക്ക് കളകാശല്ലേ മാഡം മദറിനെ തച്ചത്, അതൊക്കെ ഇട്ടോ? ഞാൻ പറഞ്ഞില്ല, ഇട്ടില്ല. പുള്ളിക്കാരൊക്കെ ഇങ്ങനെ കുട്ടി വെക്കും. മരിച്ച് 4ന്റെ അന്ന് അവൾ ആ തുണിയെ തിരിച്ചെടുത്തോണ്ട് പോയി. എൻ്റെ മോള് അവൾ തിരിച്ചെടുത്തോണ്ട് പോയി അവളിടാണ്. എനിക്ക് തന്ന തുണി മക്കളെ നീ എടുക്കല്ലേടാ, നീ തന്നതല്ലേ, നീ എടുക്കല്ലേ എന്ന് പറഞ്ഞു. എന്നിട്ട് അവൾ കേട്ടില്ല, അവൾ എടുത്തോണ്ട് പോയി. കണ്ടോ, തുണി കൊടുത്തു, സൽവാർ കൊടുത്തു, അമ്മയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ പൈസ സ്പെൻഡ് ചെയ്യാൻ വേണ്ടി യൂട്യൂബ് ചാനൽ തുടങ്ങി, എൻ്റെ പാരൻസിനെ നോക്കാമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ഡ്രസ്സൊക്കെ വാങ്ങി കൊടുത്തിട്ട് ആ ഡ്രസ്സിനെയൊക്കെ തന്നെ തിരിച്ച് വാങ്ങിക്കൊണ്ട് പോയ കരഞ്ഞ് പറയുന്ന സംഭവമാണ് ഇപ്പം നിങ്ങൾ കേട്ടത്. ഇവിടെ ആരെയാണ് വിശ്വസിക്കേണ്ടതെന്ന് നമ്മൾ ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇത് മൊത്തത്തിൽ കണ്ടു കഴിഞ്ഞാൽ ഇത് പബ്ലിക് പല സ്ഥലങ്ങളിലും കമൻറ്റ് ചെയ്യേണ്ട കമൻറ്റാണ്. ഇത് കുടുംബത്തോടെ കൊള്ളാമല്ലോ എന്നാണ്. കാരണം പല വിഷയങ്ങളുണ്ടാകുന്ന സമയത്ത് ഇവരുടെ പെരുമാറ്റവും ഇവരുടെ സംഭവത്തിൻ്റെ അകത്ത് ഇവർ പബ്ലിക്കിലേക്ക് റെസ്പോണ്ട് ചെയ്ത് നോക്കണം. അത് ഇവരുടെ ലൈഫിൻ്റെ അകത്തുണ്ടായിരുന്ന ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ടായിരുന്നു നമ്മുടെ ഈ OCയുടെ സ്ഥാപനത്തിനകത്തുണ്ടായ ഇഷ്യൂ. ആ സമയത്ത് ഒരൊറ്റ മനുഷ്യന്മാർ പോലും ഇവർക്കെതിരല്ല, എല്ലാവരും കൂടെ തന്നെ നിന്നു. ആ പിള്ളേർക്കെതിരെ തന്നെയാണ് നിന്നത്, അഥവാ മോഷണം നടത്തി എന്ന് പറയുന്ന അവർക്കെതിരെ തന്നെയാണ് നിന്നത്. അതാണ് അതിൻ്റെ ന്യായം. ആ സമയത്ത് കൂടെ നിന്ന് അവർ തന്നെ ഇന്ന് നിങ്ങളുടെ സൈഡിൽ നിന്ന് നിങ്ങളുടെ ഈ കാര്യങ്ങൾ പലതും കാണിക്കുന്ന സമയത്ത് ഇതിനകത്ത് നിങ്ങളുടെ സോക്കോൾഡ് ഇൻഫ്ലുവൻസിങ് സംവിധാനങ്ങളും നിങ്ങൾ വലിയ ആൾക്കാരാണെന്നുള്ള തോന്നലും ബാക്കിയുള്ളവർ എന്ന് ചിന്തിച്ചുകൊണ്ട് നിങ്ങളടുത്ത് പഞ്ചപുച്ഛം അടക്കി നിങ്ങളടുത്ത് ഇങ്ങനെ നിന്നിട്ട് ഓമ്പ്ര എന്ന് പറയുന്നത് പോലെ നിൽക്കേണ്ട സാഹചര്യങ്ങളില്ലെന്ന്. വിമർശിക്കേണ്ട സ്ഥലങ്ങളിൽ വിമർശനം ഉണ്ടാവും. ആ വിമർശിക്കുന്ന സമയത്ത് വിമർശനം ഉണ്ടാകുന്ന സമയത്ത് ആ ക്രിയേറ്റേഴ്സിൻ്റെ പേരിൽ കേസ് കൊടുപ്പിക്കുക, അവരുടെ വീട്ടിലേക്ക് പോലീസിനെ അയക്കുക, നിങ്ങളുടെ ഇൻഫ്ലുവൻസ് കൊണ്ട് അവരങ്ങോട്ട് ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അത്ര നല്ല പരിപാടിയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടില്ല. ഇനി ഇവിടെ സിന്ധുകൃഷ്ണനോട് എനിക്ക് പറയാനുള്ളത്, ഇതിപ്പോൾ നിങ്ങളുടെ വീട്ടിൻ്റെ അകത്തുള്ള കാര്യങ്ങൾ പറയാതിരിക്കുന്നു, ഞാൻ പറയത്തില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ തന്നെ മറ്റൊരു സൈഡിൽ കൂടെ ഇതെല്ലാം പബ്ലിക്കിലേക്ക് ഇട്ട് കൊടുക്കുന്നു. ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ വൃദ്ധയായിട്ടുള്ള ഈ സ്ത്രീ കുറച്ച് കാലം കൂടെയൊക്കെ ജീവിക്കുമായിരിക്കും അല്ലേ? ആ സ്ത്രീയുടെ ഒരു ഇനിയുള്ള ലൈഫ് എങ്ങനെയായിരിക്കും എന്നാണ് നിങ്ങൾ പറയുന്നത്? നിങ്ങൾ ഏറ്റവും കൂടുതൽ അവരെ വളരെ മോശമായ രീതിയിൽ ചിത്രീകരിക്കാനുള്ള സംവിധാനങ്ങളെല്ലാം ചെയ്തു കഴിഞ്ഞു. കുടുംബത്തിൻ്റെ അകത്ത് നടന്ന ആരും അറിയാൻ പാടില്ലാത്ത നിങ്ങൾ പറയുന്ന കാര്യം നിങ്ങളാൽ തന്നെ ഇത് പുറത്ത് ഇവിടെ അത്രയും വിട്ട് ഈ എന്താ പറയുക വെറുപ്പ് അവർക്കെതിരെ ഇങ്ങോട്ട് വ്യാപിപ്പിക്കുന്നു. എൻ്റെ കമൻറ്റ് ബോക്സിലൊക്കെ കണ്ടൊരു കമൻറ്റാണ്, പണ്ട് ഏതൊരു കോളേജിൽ ഒരു പെൺകുട്ടി പഠിച്ചിട്ടുണ്ടായിരുന്നു. ആ പെൺകുട്ടി കോളേജിൽ പഠിച്ച ആ പെൺകുട്ടി എന്ന് പറഞ്ഞാൽ ഈ സോക്കോൾഡ് ഇന്നത്തെ ഒരു വലിയൊരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ള ഒരു ഇൻഫ്ലുവൻസറൊക്കെയാണ്, പല ഗ്ലൂട്ടാത്തയണൊക്കെ അടക്കം പ്രൊമോട്ട് ചെയ്യുന്ന സ്ത്രീ, ഒരു പെൺകുട്ടിയാണ്. ആ പെൺകുട്ടിയുടെ ഹരാസ്മെൻറ്റും അതിൻ്റെ ബുള്ളിങ്ങും കാരണം അതിൻ്റെ ഇരയായിട്ടുള്ള ഒരു പെൺകുട്ടിയുടെയൊക്കെ കമൻറ്റുകളൊക്കെ കാണാനിടയായി. എന്തുമാത്രമായിരുന്നു ആ കുട്ടി ഇന്ന് വളരെ നല്ല മുഖമായിട്ട് പബ്ലിക്കിൻ്റെ മുമ്പിലേക്ക് ഇന്ന് പല കാര്യങ്ങളും പറയുകയും സൈബർ ബുള്ളിങ്ങിനെ കുറിച്ച് ക്ലാസ് എടുക്കുകയൊക്കെ ചെയ്യുന്നതെന്ന് ഞാൻ ആലോചിക്കുന്നത്. കാരണം റിയൽ ലൈഫിൽ ഒരു പക്കാ ബുള്ളി പബ്ലിക് ലൈഫിൽ ഓരോന്ന് കാണിച്ചിട്ട് അതിൻ്റെ അകത്തു നിന്നുള്ള ആഫ്റ്റർ എഫക്ട്സ് വരുന്ന സമയത്ത് സൈബർ ബുള്ളിങ്ങിനെ കുറിച്ച് ക്ലാസ് എടുക്കുന്നു. റിയാക്ഷൻ ചാനൽസും മറ്റുള്ളവരെല്ലാവരും മോശക്കാരെന്ന് പറയുന്നു, മനുഷ്യത്വത്തിൻ്റെ ക്ലാസ്സൊക്കെ എടുക്കുന്നു. ആരാണോ എന്തോ അങ്ങനെ ഒരു സെലിബ്രിറ്റി കൊണ്ടെന്ന് കേൾക്കുന്നു. നിങ്ങൾക്ക് അറിയുന്നവരാണെങ്കിൽ കമൻറ്റ് ചെയ്യട്ടോ, എനിക്കറിയത്തില്ല, കാരണം എവിടെയോ കേട്ടതാണ് ഈ കഥ. അതുകൊണ്ട് പറയുകയാണ്, നിങ്ങളുടെയൊക്കെ അന്ധമായി ഇഷ്ടപ്പെടുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത്, എനിക്ക് വ്യക്തിപരമായി പറയാനുള്ളത്, നിങ്ങൾക്ക് നിങ്ങളുടെ അച്ഛനമ്മമാർ നിങ്ങളെ ജനിച്ച കാലം മുതൽ നിങ്ങളോട് ശത്രുതാ മനോഭാവത്തോടുകൂടി പെരുമാറുന്നെങ്കിൽ അവർക്ക് ശരിക്കും പറഞ്ഞാൽ ടോക്സിക് പാരൻറ്റിങ്ങിൻ്റെ ആൾക്കാർ തന്നെയാണ്. എന്നാൽ ഒരു ഘട്ടം കഴിഞ്ഞിട്ട്, ജീവിതത്തിൻ്റെ പകുതി കഴിഞ്ഞിട്ട് ഇവർക്ക് സ്വഭാവത്തിന് വരുന്ന മാറ്റം ഉണ്ടെങ്കിൽ അതിന് കാരണം മെഡിക്കലായിട്ടുള്ള പ്രശ്നങ്ങളായിരിക്കാം. അതിന് കാരണം വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി കൊണ്ട് ഇഷ്യൂസ് വരാറുണ്ട്, നമ്മുടെ തൈറോയിഡിൻ്റെ ഇഷ്യൂസ് കൊണ്ട് പല പ്രോബ്ലംസ് വരാറുണ്ട്, ഹോർമോണൽ ഇംബാലൻസ് പലതും പല രീതിയിലാണ് അഫക്റ്റ് ചെയ്യുന്ന മനുഷ്യരെ. അവരെ തന്നെ അല്ലാതാക്കിക്കുക, അവരുടെ സ്വത്വം തന്നെ നഷ്ടപ്പെടും. അതൊക്കെ ഡോക്ടറിനെ കണ്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്തൊക്കെ മാറ്റുന്നതിൻ്റെ പകരം അവരെൻ്റെ അച്ഛനോട് അങ്ങനെ കാണിച്ചു, എൻ്റെ അമ്മയോട് ഇങ്ങനെ കാണിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് പബ്ലിക്കിൻ്റെ മുമ്പിലേക്ക് ഇട്ടുകൊടുത്ത് അതിൽ നിന്നും മകളെ രക്ഷപ്പെടുത്താനുള്ള സംഭവം എല്ലാ വീട്ടിലും ഒരു അമ്മ വേണമെന്നൊക്കെ പറയുന്ന കാര്യം, എല്ലാ വീട്ടിലേക്കും ഒരു അമ്മ ആയിക്കോട്ടെ, ഇതുപോലത്തെ ഒരു അമ്മ ഒന്നും എൻ്റെ ഒന്നും പരിസരത്തുകൂടെ പോലും ഉണ്ടാവാതിരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു കേട്ടോ. ഇതെൻ്റെ കാര്യമാണ്. നിങ്ങളുടെ അഭിപ്രായം, നിങ്ങളുടെ വീട്ടിൽ ഒരു അമ്മ ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യൂ. അടുത്തൊരു വീഡിയോ വീണ്ടും കാണുന്നത് ഗൈസ്, ബൈ.